എന്തിനാണ്? നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ അണ്ണനെ ചതിച്ചിട്ടില്ല. ഇയാളാണ് എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ എന്റെ ഫോണിലോട്ട് തുരുതുരാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞ എന്തുവാന്നാ, ആ ഉണക്ക കമ്പ് പോലെ ഇരിക്കുന്നവൻ വന്നിട്ട് എന്നെ എന്തോ ചെയ്യാനാന്ന്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലണ്ണ. അവനെ നമ്മുടെ കൈവാക്കി കിടക്കുക, അത് പിന്നെ തീർക്കാം. അവനറിയോ? കള്ളി കേട്ടാ, കൊച്ചു കള്ളീന്ന് എന്നെ കൊറേ പറ്റിച്ച്. പറഞ്ഞത് കേട്ടാ, 1 മാസമായിട്ട് കാണാത്തതിന്റെ വിഷമം പറ്റിച്ചെന്ന്. എത്ര രൂപ നീ എന്നെ തീർത്ത്? അയ്യോ, മനസ്സിലായടാ, നീ ഇപ്പോഴും തിന്നോണ്ടിരിക്കണ ചോറ് അവന്റെ പൈസയാണെന്ന്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. അറിയാവൊന്നുമില്ല. 3800 രൂപ എനിക്ക് തന്ന എല്ലാ പ്രശ്നവും ഇവിടെ തീരും. എടാ, നീ കൊണ്ട് കറങ്ങിയതും പോരാഞ്ഞ് ഞാൻ നിനക്ക് 3800 രൂപ തരാം. ഞാൻ കൊണ്ട് കറക്കിയോ? ദാനല്ലടാ കൊണ്ട് കറക്കിയത്. എടാ, ഒരു ഭർത്താവിന് അതിനുള്ള അധികാരം ഇല്ലേടാ. ഞാൻ കൊണ്ട് കറക്കോ തിരികോ എന്ന് മാങ്ങാത്തലയോ ചെയ്തോ, എനിക്ക് എന്നെ 3800 രൂപ തരണം, അല്ലെങ്കിൽ ഞാൻ അത് കൊണ്ടുപോകും. പണം എന്റെ ഇല്ല, നീ കൊണ്ടുപോയിക്കോ. അയ്യോ, കൊണ്ടുപോകാനാ? അപ്പൊ പിന്നെ നമ്മളെങ്ങനെ അരയ്ക്കും? അരയ്ക്കാനാ? നീ എന്തോ അടി പറയുന്നേ? നിങ്ങൾ എന്തുവാ ഉദ്ദേശിക്കുന്നത്? ഈ നിൽക്കുന്ന ആരെന്നറിയാവോ? നിന്റെ കാമുകൻ. കൃത്യമായിട്ട് പറഞ്ഞു. എന്റെ മനുഷ്യ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ നിൽക്കുന്ന ആരാന്നറിയാവോ? നമ്മൾ കായംകുളത്ത് താമസിച്ചില്ലേ? അപ്പൊ അവിടെ ഒരു ഇൻസ്റ്റാൾമെന്റുകാരൻ വന്ന് എനിക്കൊരു മിക്സി എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അപ്പൊ നിങ്ങൾ എന്തുവാ പറഞ്ഞേ? ഇനി അവന്റെ ഫോൺ കോൾ വന്ന് എടുക്കണ്ട, പൈസ കൊടുക്കണ്ട. ആ ഇൻസ്റ്റാൾമെന്റുകാരനാ ഈ നിൽക്കുന്നത്, അല്ലാതെ എന്റെ കാമുകനല്ല. അബദ്ധം പറ്റിയതാണ്, മനസ്സിലായി. ക്ഷമിക്കണം. അവനോ എല്ലാത്തിനും കാരണം കേട്ടാ, വേറെ വിഷയമൊന്നും തന്നെയല്ല. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം കഴിഞ്ഞു, നമുക്ക് പിരിയാം, സ്നേഹത്തോടെ പിരിയാം. എന്ത്? പക്ഷേ കഥ ഇതുവരെ ഓക്കെ. ഒരു കാര്യം എനിക്കറിയണം, നിന്റെ ഫോണിനകത്ത് എവളുടെ നമ്പർ അടിച്ചപ്പോ എങ്ങനെ ഐ മിസ് യു എന്ന് വന്നു? ഫോൺ എടുക്ക. തരൂല, നീ തെളിവ് വെച്ചിപ്പിക്കും. ഞാൻ തരൂല. ഫോൺ എടുക്ക. നോക്കിക്കോ ഞാൻ. ഇത് സ്പെല്ലിംഗ് ഒന്ന് വായിച്ചാണ്. ഐ എം ഐ എക്സ് ഐ യു. ഒരുമിച്ച് വായിച്ചേ. ഐ മിസ് യു. കാലം അങ്ങനാണ് ഇത് എഴുതി വെച്ചേക്കണത്. പിന്നെ ഒരു മിക്സി യു എന്ന് വെച്ചാ എന്നെ ഒരു മിക്സി അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു പേര് പറഞ്ഞ കാർഡിൽ എഴുതാൻ. ഉണ്ണി അണ്ണന്റെ പേര്. ആ, ഒരു മിക്സി ഉണ്ണി എന്നെ പറ്റിച്ചു. അതാണ് ഞാൻ എന്തൊക്കെ പുകലല്ലേടി. അനിയാ, ഒരു അബദ്ധം പറ്റിയാണ്, ക്ഷമിക്കണം കേട്ടാ. ഈ വിഷയം പക്ഷെ ഇവിടെ തീർന്നു. പൈസ ഞാൻ ഇപ്പൊ തരാം. ഓക്കെ ഓക്കെ.